ഓവനോ ബീറ്ററോ ഒന്നും ചേർക്കാതെ വെറുതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അര കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് പഞ്ചസാര ഞാനൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് കേക്കിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ മുന്നിട്ട് നിൽക്കാനാണ് ഞാനിപ്പോൾ കോഫി പൗഡർ ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അര കപ്പ് നല്ല കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്തത് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് അര കപ്പ് ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ചൂട് ഒരുപാട് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഹാൻഡ് വിസ്കാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം കൂടുതലൊന്നും മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടയൊന്നും കെട്ടാതെ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ഇതുപോലെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്നുകൂട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്ററോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക്, ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ കേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ടിന്നിൻ്റെ പകുതി ഭാഗം മാത്രം ബാറ്റർ ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. ഞാനിവിടെ ഓവനിലല്ല കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇതുപോലൊരു ചീനച്ചട്ടി, അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഡീപ്പായിട്ടുള്ള പാത്രം നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പ്രഷർ കുക്കറായാലും എടുക്കാം. നമുക്ക് ഇതുപോലെ സ്റ്റീൽ റിംഗ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിൻ അതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി കൊടുക്കാം. നമ്മൾ എടുക്കുന്ന അടപ്പിന് ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഒട്ടും തന്നെ എയർ അതിന് പുറത്തു പോകാൻ പാടില്ല. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മുതൽ 50 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ അടച്ചിരിക്കുന്ന അടപ്പ് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും അതിൻ്റെ മീതെ നമുക്ക് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ അമ്മിയാണ് ഇതുപോലെ കമത്തി വെച്ചിട്ടുള്ളത്. 30 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അതിന് മുമ്പായിട്ട് തുറന്നു കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വന്നത് അതുപോലെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതുപോലെ സ്ക്യൂർ അതിലേക്കൊന്ന് കുത്തി നോക്കാം. നല്ല നീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയെന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ടത് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ മീതെയുള്ള ഈ ഒരു ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ടെക്സ്ചറാണ് കേക്കിന് വന്നിട്ടുള്ളത്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള, മോയിസ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഫ്ലേവർഫുൾ ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് കേക്ക്, അതും ഓവനൊന്നും ഉപയോഗിക്കാതെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.